എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയായിട്ടാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അസലായിട്ടുള്ളൊരു നാടൻ കറി, നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറി, അതായത് ചുരക്കയും പരിപ്പും കൂട്ടിയിട്ടുള്ള ഒരു കറി. അപ്പോൾ ഇത് വളരെ ഈസിയാണ്, അതേസമയം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ചുരക്ക കിട്ടിയിട്ടില്ലെങ്കിൽ സെയിം റെസിപ്പി നമുക്ക് വെള്ളരിക്ക വെച്ചിട്ടും ചെയ്യാം, അതുപോലെ തന്നെ കുമ്പളങ്ങ വെച്ചിട്ടും ചെയ്യാം. പിന്നെ ഈ റെസിപ്പിയിൽ ഞാൻ തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട്. പക്ഷെ തേങ്ങ ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഈ റെസിപ്പി ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ ചെയ്താൽ മതി. പിന്നെന്താ, ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടപ്പോൾ ഇൻട്രോയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല, അതേപോലെ ബിഹൈൻഡ് ദ സീൻ ഉണ്ടായിരുന്നില്ല, ക്ഷമിക്കണം. അപ്പോൾ കുറച്ച് പേര് എന്നെ തിരക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരക്കിയവർക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക് യു. എന്നെ ഓർത്തല്ലോ, ഇന്നലെ കുറച്ച് തിരക്കിൽ പെട്ടുപോയി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മോൻ 10ലാണ്, അതുപോലെ തന്നെ നന്ദുവിന് ഇപ്പോൾ എക്സാം തുടങ്ങി. അപ്പോൾ എല്ലാം കൂടി നല്ല തിരക്കാണ്. എന്നാൽ പോലും ഞാൻ പിന്നെ വീഡിയോയ്ക്ക് ഒട്ടും തന്നെ മുടക്കം വരുത്താറില്ല. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ കാണാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിയാണ്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ചുരക്ക പരിപ്പ് കറി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചുരക്കയും പരിപ്പും കൂടിയിട്ട് കറി വെച്ചാലോ? ഒരുപാട് നാളുകളായി നിങ്ങൾ ചോദിക്കുന്ന ഒരു റെസിപ്പി ആയിരുന്നു അല്ലേ അത്, ചുരക്കയുടെ കറി. അപ്പോൾ എന്തായാലും ഇനി വൈകിക്കണ്ടെന്ന് വിചാരിച്ചു. അതിന് വേണ്ടി ഞാനിവിടെ ഒരു ചുരക്ക എടുത്തിട്ടുണ്ട്. ഇപ്പം നാട്ടിലൊക്കെ കിട്ടുന്ന ചുരക്കയാണെങ്കിൽ കുറച്ചും കൂടി വലുതാണ്, അതിൽ കുറച്ചും കൂടെ ഫ്ലഷ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് കിട്ടുന്ന എപ്പോഴും ഒരുപാട് ഇളയ പോലത്തെ ചുരക്കയാണ്. അതായത് കൂടുതൽ കുരുവായിരിക്കും, ഈ ഭാഗം കുറച്ച് കുറവായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ചുരക്ക അനുസരിച്ച് അളവിൽ വ്യത്യാസം വരും. അപ്പോൾ ഞാനിവിടെ ഒരു പകുതി പോർഷൻ ആദ്യം എടുത്ത് നോക്കട്ടെ, എന്തോരം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. നാട്ടിൽ കിട്ടുന്ന ചുരക്കയൊക്കെ ആണെങ്കിൽ ഒരു വലിയ ചുരക്കയുടെ ഒരു 1/4 ഭാഗമൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ അതനുസരിച്ച് ചെയ്തോളൂ. അപ്പോൾ ഇതിൻ്റെ തൊലി നമുക്ക് കളയാം. എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ ബോംബെയിൽ പോയപ്പോഴാണ് ആദ്യമായിട്ട് ഈ സംഭവം, ഈ വെജിറ്റബിൾ കാണുന്നത്. ആ സമയത്തൊന്നും നാട്ടിൽ അങ്ങനെ വലിയ പ്രചാരത്തിലുണ്ടായിരുന്നില്ല. പിന്നെയാണ് ഇപ്പോൾ നാട്ടിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു വെജിറ്റബിളാണ് ചുരക്ക. ലൗക്കി എന്നങ്ങോട്ടാന്ന് തോന്നുന്നു ഹിന്ദിയിൽ പറയാം അല്ലേ. ഈ ഭാഗം കംപ്ലീറ്റ് കുരുവാണ്. അപ്പോൾ കുരുവിൻ്റെ ഭാഗം കംപ്ലീറ്റ് അങ്ങ് കളയാം. ഒരു സ്പൂൺ വെച്ച് കണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ കുരുവിൻ്റെ ഭാഗമൊക്കെ അങ്ങ് റിമൂവ് ചെയ്ത് കളയാം. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതൊരു പടവലങ്ങനെ പോലെ ഉണ്ട് അല്ലേ, ഒരുപാടൊന്നും ഇതില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ചുരുക്കനുസരിച്ച് അളവിൽ മാറ്റം വരും. വലിയ കഷ്ണങ്ങളാക്കിയാലും കുഴപ്പമില്ല, ചെറിയ കഷ്ണങ്ങളാക്കിയാലും കുഴപ്പമില്ല, കാരണം ഇത് എന്തായാലും നന്നായിട്ട് അങ്ങ് കുക്കായി പോകുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് മുറിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൂരപ്പരിപ്പ്, ഇപ്പോൾ കടലപ്പരിപ്പും വെച്ചും ചെയ്യാം, അതുപോലെ തന്നെ മസൂർ ദാലില്ലേ, ചുവന്ന പരിപ്പില്ലേ, അതും വെച്ചും ചെയ്യാം ഈ റെസിപ്പി. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏത് പരിപ്പാണോ ആ പരിപ്പ് വെള്ളത്തിൽ കുതിർത്ത് ഇടുക ഒരു അരമണിക്കൂറോളം. അപ്പോൾ പെട്ടെന്ന് തന്നെ പിന്നെ ഇത് കുക്കായി കിട്ടും. അപ്പോൾ ഞാനൊരു അരമണിക്കൂറായിട്ട് തൂരപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നന്നായി വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ചുരക്കയുടെ പീസസ് ഇല്ലേ, അത് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. കുക്കറിലല്ലാതെ സാധാരണ പാത്രത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കുക്കർ ഉപയോഗിക്കുന്നത്. 1/4 ഭാഗം കൂടെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ, കാരണം ഞാൻ പറഞ്ഞില്ലേ ഇത് ഒട്ടുമില്ലാത്ത പോലെ. അപ്പോൾ ഞാൻ കാണിച്ച ചുരക്കയുടെ ഇത്രയും ഒരു പീസും കൂടി ഞാൻ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒട്ടും ഉണ്ടാവില്ല. അപ്പം അതും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിപ്പാണ്, തൂരപ്പരിപ്പ്. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു തക്കാളിയാണ്. നിങ്ങൾക്ക് തക്കാളി ഉപയോഗിക്കാം, അതല്ലെങ്കിൽ തക്കാളിക്ക് പകരമായിട്ട് പുളി ഉപയോഗിക്കാം, അതുമല്ലെങ്കിൽ പച്ചമാങ്ങ ഉപയോഗിക്കാം. ഇത് 3 ഇതിൽ ഏതെങ്കിലും ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് തക്കാളിയാണ്. അപ്പോൾ ഒരു മീഡിയം നല്ല പഴുത്ത തക്കാളി നന്നായി വാഷ് ചെയ്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി അങ്ങ് മുറിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഈസി കറിയാണ്, നമ്മുടെ അമ്മമാരുടെയൊക്കെ കറിയാണ്. എൻ്റെ വീട്ടിലൊക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്നില്ലെങ്കിൽ കുമ്പളങ്ങ അല്ലെങ്കിൽ ചുരക്ക അമ്മ വയ്ക്കുന്ന കറികളിൽ ഒന്നായിരുന്നു അത്. ഓക്കെ, അപ്പോൾ തക്കാളി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു തക്കാളി ഇട്ടുള്ളൂ, ഒരുപാട് പുളി ഞാൻ ചേർക്കാറില്ല. അതേസമയം നമുക്ക് കുറച്ചും കൂടെ പുളി വേണമെന്നുണ്ടെങ്കിൽ ഒരു തക്കാളിക്ക് പകരമായിട്ട് 2 തക്കാളി ഇടാം. അല്ലെങ്കിൽ ഈ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പുളിവെള്ളം പിഴിഞ്ഞങ്ങ് ഒഴിച്ചാൽ മതി. പുളിവെള്ളത്തിൻ്റെ അളവെന്ന് പറയുമ്പോൾ ഒരുപാട് പുളി വേണ്ട, ഒരു ചെറിയൊരു നാരങ്ങയുടെ വലിപ്പമൊന്നും പാടില്ല കേട്ടോ. നാരങ്ങയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ സാമ്പാറിലേക്ക് ഉള്ള പുളിയാവും. അപ്പോൾ ഇച്ചിരി കുറച്ച് പുളി മാത്രം വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെക്കുക, അതിന് ശേഷം അങ്ങ് ഒഴിച്ചു കൊടുക്കുക, പുളിവെള്ളം മാത്രം, പുളി ഇടണ്ട. അപ്പോൾ എന്താണെന്ന് വെച്ച് ചെയ്യാം, മാങ്ങയാണെങ്കിലും നല്ല പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു മാങ്ങയുടെ ഒരു 1/4 ഭാഗം മാത്രം ചേർത്താൽ മതിയാകും കേട്ടോ. പിന്നെ അതിൽ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനൊരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എരിവുള്ള മുളക് പൊടി. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ വെള്ളം പിന്നെ നമുക്ക് വേണ്ടി വരും ചിലപ്പോൾ. ഇപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കാം നമുക്ക്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരല്പം വെളിച്ചെണ്ണ, അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരല്പം മാത്രം വെളിച്ചെണ്ണ മതി കേട്ടോ. ഓക്കെ, 1/2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട്
മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ, പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്യുക. നമ്മുടെ കുക്കറിൽ ഒരു വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ ഓഫ് ചെയ്തിട്ടേക്കാണ്. ഇനി നമ്മൾ ഇതിലത്തെ കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട്, പ്രഷർ മാറിയതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങ അരച്ചെടുക്കണം. ഇപ്പോൾ ഞാനിവിടെ തേങ്ങ മാത്രമേ അരയ്ക്കുന്നുള്ളൂ, പക്ഷേ ചിലവർ ഇതിൽ ജീരകം ചേർക്കാറുണ്ട്, അതുപോലെ തന്നെ ചെറിയുള്ളി ചേർക്കാറുണ്ട്, വെളുത്തുള്ളി ചേർക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ചേർക്കാം. അപ്പോൾ ജീരകം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർക്കാം, അല്ലെങ്കിൽ ചെറിയുള്ളി ആണെങ്കിൽ ഒരു ചെറിയുള്ളി ചേർക്കാം. വെളുത്തുള്ളി ഞാൻ ഇതുവരെ ചേർത്തിട്ടില്ല, പക്ഷേ ഇതൊക്കെ ഞാൻ ചേർത്തുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ടേസ്റ്റാണ് എനിക്കിഷ്ടം. അതായത് വെറുതെ തേങ്ങ മാത്രമേ അരയ്ക്കാറുള്ളൂ. അപ്പോൾ ഇത് അരമുറി തേങ്ങയാണ്. ഞാൻ ഇട്ട് നോക്കട്ടെ, മിക്സിയിലിട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല എത്ര തേങ്ങ വേണമെന്നുള്ള കാര്യം. അത് ഒരുപാട് തേങ്ങ വേണ്ട കേട്ടോ, ഒരുപാട് തേങ്ങ ആയി കഴിഞ്ഞാൽ ഒരുപാട് തിക്കായിട്ട് മാറും നമ്മുടെ കറി. അപ്പോൾ അതിലോട്ട് ഞാനിപ്പോൾ ഒരു 2 കൈ കണ്ടില്ലേ അതിലിട്ടത്, ആ ഒരു അളവിൽ ഒരു 5 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഒരു അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഒട്ടും തന്നെ തണുപ്പില്ലാത്ത തേങ്ങയാണ്, ഫ്രീസറിൽ നിന്ന് എടുത്ത് ഡീഫ്രോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നോർമൽ ടെമ്പറേച്ചറിലുള്ള തേങ്ങ. അപ്പോൾ അത് നമുക്ക് അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് മഷി പോലെ അരച്ച് കൊണ്ടുവരാം. ഓക്കെ, ഞാൻ നമ്മുടെ കുക്കർ ഓപ്പൺ ചെയ്തു കേട്ടോ. അതിൽ കംപ്ലീറ്റ് പ്രഷർ മാറിയിട്ടുണ്ടായിരുന്നു. ഒരുപാടങ്ങ് വെന്തുടയാൻ പാടില്ല. നമുക്കിങ്ങനെ നോക്കുമ്പോൾ കഷ്ണങ്ങൾ അത്യാവശ്യം കാണണം, പക്ഷേ അത് കുക്കായിട്ടുണ്ടാവണം. അതുപോലത്തെ ഒരു പരുവം. അതുകൊണ്ടാണ് ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുക്കറിൽ തന്നെ കുക്ക് ചെയ്യാം, അതല്ലെങ്കിൽ വേറെ പാത്രത്തിലോട്ട് തനിയെ ഒഴിച്ചിട്ട് അതിലും കുക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് നമ്മുടെ ഈ കുമ്പളങ്ങ വേവിച്ചത് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഞാൻ അതിലോട്ട് നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തീ വയ്ക്കുക. ഞാനിപ്പോൾ നന്നായിട്ട് വളരെ നൈസായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആ തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ വേണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് എന്താ ചെയ്യേണ്ടത്, ഇതെല്ലാം നന്നായിട്ടങ്ങ് തിളപ്പിക്കുക. അതിന് ശേഷം കാച്ചി ഒഴിക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ തേങ്ങ ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഒരു തിക്നെസ് വരും നമ്മുടെ കറിക്ക്, വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടിത് തിളയ്ക്കണം. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ഞാൻ നോക്കട്ടെ. ഉപ്പും പുളിയൊക്കെ എത്ര ഉണ്ടെന്നൊന്ന് അറിയണമല്ലോ. എനിക്ക് പാകത്തിനുള്ള പുളിയുണ്ട്, കുറച്ചും കൂടി ഉപ്പിൻ്റെ കുറവുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇത് തിളയ്ക്കട്ടെ. തിളച്ച് ഒച്ചിരി കൂടെ ഒന്ന് വറ്റാനുണ്ട്. പിന്നെ ഇത് ഈ കറി ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് മാറും. അതുകൊണ്ട് ഓവറായിട്ട് അങ്ങ് വറ്റിക്കരുത്, അതെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ കുമ്പളങ്ങ കറിയുടെ പോലെ തന്നെ പാവം ചുരുക്കക്കറി. അപ്പോൾ നന്നായി തിളക്കട്ടെ കേട്ടോ. അപ്പോൾ അത് ഒച്ചൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നന്നായി തിളച്ച് ഒരു 5 മിനിറ്റോളം തിളച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ടങ്ങ് കാച്ചി ഒഴിക്കാം. എരി കുറവാന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് പച്ചമുളക് കീറിയിടാം, അല്ലെങ്കിൽ മുളക് പൊടി കുറച്ചിട്ട് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കോളും. അല്ലെങ്കിൽ താളിക്കുന്ന സമയത്ത് കടുക് താളിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ, എരിവ് വേണമെന്നുണ്ടെങ്കിൽ. പക്ഷേ എനിക്കിതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്, ഇനി എരിവിൻ്റെ ആവശ്യമില്ല. ആ തേങ്ങയുടെയൊക്കെ ഒരു പച്ചമുളക് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിളപ്പിക്കുന്നത്. പിന്നെ തേങ്ങ പിരിയൊന്നുമില്ല. തേങ്ങ പിരിയണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ തണുപ്പുള്ള തേങ്ങ അരച്ചിട്ട് ചേർക്കുമ്പോഴാണ് തേങ്ങ പിരിയുന്ന ഒരു പ്രശ്നം വരുന്നത്. അതല്ലാതെ തേങ്ങ സാധാരണ രീതിയിൽ പിരിയാറില്ല. അപ്പോൾ നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ഉടച്ച് അപ്പം തന്നെ ചിരകി എടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമേ ഉദിക്കുന്നില്ല. പക്ഷേ നമ്മൾ പുറം രാജ്യങ്ങളൊക്കെ താമസിക്കുന്ന ആൾക്കാർ മിക്കവരും, ഞാനടക്കം ഫ്രീസറിലാണ് തേങ്ങ ചിരകിയത് സൂക്ഷിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഡീഫ്രോസ്റ്റ് ചെയ്ത് റൂം ടെമ്പറേച്ചറിലാക്കിയതിന് ശേഷം മാത്രം അരച്ച് ചേർക്കുക, അല്ലെങ്കിൽ തേങ്ങ പിരിഞ്ഞു പോകും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇഷ്യൂ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് കൂടെ കഴിഞ്ഞത് കാച്ചി ഒഴിക്കാം. നമുക്ക് 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അപ്പുറത്ത് അടുപ്പിലോട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. അതുകൊണ്ട് ഇനി ഇത് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാൻ അടുപ്പത്ത് വെക്കുക. മീഡിയം ഫ്ലെയിമിൽ തീ വയ്ക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാവട്ടെ. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക. 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. തീ കുറയ്ക്കണം കേട്ടോ. പിന്നെ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിയിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുക. അടച്ച് വെക്കണം ഒരു 5 മിനിറ്റ്. ഞാനൊരു പച്ചമുളക് നടുകെ കീറിയത് ഇട്ട് കൊടുക്കുകയാണ്. ഒരു പ്രത്യേക ടേസ്റ്റ് വരെ ചേർത്ത് കൊടുക്കുമ്പോൾ. എന്നിട്ട് അതൊരു അടച്ച് വെച്ചിട്ട് 5 മിനിറ്റിന് ശേഷം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇരിക്കും തോറും കുറച്ചും കൂടെ തിക്കായിട്ട് മാറും നമ്മുടെ കറി. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടെങ്കിലാണ് തണുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളത്. പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുക. ഫൈനലായിട്ട് ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാടൻ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ എൻ്റെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചോറ്, ബീറ്റ്റൂട്ട് മെഴുക്ക് പുരട്ടി, അതുപോലെ തന്നെ ഉള്ളിയും പച്ചമുളകും വെളിച്ചെണ്ണയും ഉപ്പും കൂടിയുള്ള നമ്മുടെ ചമ്മന്തി, പിന്നെ അതുപോലെ തന്നെ ഒരു മുട്ട, പിന്നെ നമ്മുടെ പാവം ചുരുക്കക്കറി. അതിനെ നമുക്ക് ഒഴിച്ചാലോ? ഹോട്ടലുകളിലൊക്കെ പോകുമ്പോൾ, അപ്പോൾ നാടൻ ചെറിയ കടകളിലൊക്കെ പോകുമ്പോൾ ഉണ്ടാവും ഇതേപോലത്തെ നാടൻ കറികൾ.
സാമ്പാർ ഉണ്ടാവില്ലേ ചില കടകളിൽ, എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ കറികളൊക്കെ കഴിക്കാൻ. പിന്നെ അച്ചാർ വേണമെങ്കിൽ അച്ചാർ, മീൻ വറുത്തതുണ്ടെങ്കിൽ മീൻ വറുത്തതൊക്കെ നന്നായി ചേരും ഇതിൻ്റെ കൂടെ. അപ്പോൾ ഞാനൊരു പിടി പിടിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. നമ്മുടെ ഹാലോവിൻ ആവാറായി. അത് കാരണം നമ്മുടെ സ്പിന്നീസിൽ സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ആത്തു, ലുക്ക് അറ്റ് ദാറ്റ് പംകിൻസ്, വെറൈറ്റീസ് ഓഫ് പംകിൻസ്. സ്മോൾ ആയിട്ടുള്ളത്, വൈറ്റ്. അയ്യോ ഇതെന്ത് വെച്ചിട്ട് അതിന് ബിഗ്. അത് നമുക്ക് വാങ്ങിക്കണ്ടേ? അല്ല പഠിക്കണ്ടേ എങ്ങനെ ചെയ്യാന്ന്? എന്റെ വില നോക്കി മോനെ ചക്കരെ. ആത്തു അച്ഛനെ അമ്മേനെ ഫോട്ടോ എടുത്ത്